ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ SFI പിന്നെ SFI എന്ന് പറയുന്ന ഈ ഓർഗനൈസ്ഡ് ഫോം ഈ സാധനം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഈ സാധനം ശരിയാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ, ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി, ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇയാളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയും ഇവിടെ ഉണ്ടാക്കുന്ന 14 ജില്ലാ കമ്മിറ്റികളും, അതിന്റെ കീഴിൽ വഹിക്കുന്ന ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, ഇവരെ മുഴുവൻ ഇയാൾ പറ്റിക്കല്ലേ ഇത്. 10 നയാ പൈസയുടെ പണി ഇയാളെടുത്ത് 10 നയാ പൈസയുടെ പണി ഇയാളെടുത്തില്ല. എല്ലാം ഇങ്ങനെ ആരാൻ്റെ അടുത്ത് വാങ്ങിയിരിക്കുന്ന പൈസയും പാർട്ടിന്റെ ആളായതുകൊണ്ട് പിന്നെ ഷർട്ടും മുണ്ടും വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളാണ്. കോളേജിൽ പോകാനുള്ള കാശ് കൊടുക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുത്തതാണ്. എല്ലാം അങ്ങനെയാണ്. എന്താണ് വാസ്തവത്തിൽ ഇത്രയും ഒരു മൂലധനം ഉണ്ടാക്കാൻ മാത്രമുള്ള, അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ മാത്രമുള്ള എന്ത് സോഴ്സ് ആണ് ഇയാൾക്കുള്ളത്? വേർ ഡസ് ദ മണി കം ഫ്രം? ഇവിടുന്നാണ് പണം വരുന്നത്? ഇല്ല, ഒരു ജോലി ഉണ്ടായിരുന്നു എവിടെയാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, അത് പറയണ്ട, ഞാൻ ഇക്കടുത്ത് പറഞ്ഞില്ല, എൻ്റെ അമ്മ പിന്നെ എന്താ പറഞ്ഞാൽ സാമാന്യം തെറ്റില്ലാത്ത വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ് എൻ്റെ അമ്മ. എൻ്റെ അച്ഛനും വലിയ സാമ്പത്തിക ശേഷിയും ഭൂമിയിലുള്ള ഒരാളാണ്. എൻ്റെ അച്ഛൻ എന്താന്ന് പറഞ്ഞാൽ 9 പെൺമക്കളിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതരിയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. 9 പെൺമക്കളിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതരിയാണ് പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറഞ്ഞാൽ. ഈരൂട്ടി എന്ന് പറഞ്ഞ ആളാവട്ടെ, ഈരൂട്ടി പിന്നെ വേറെ ഭാഗത്ത് വരുന്ന വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ ലാൻഡ് ലോഡാണ് ശരിക്കും. അപ്പോൾ ഈ ചീരൂട്ടിയുടെ തറവാട്ടിനകത്ത് എന്താന്ന് പറഞ്ഞാൽ ഈ പിന്നെ നെയ്ത്തില്ലേ, പഴയ മഗ്ഗം ഉപയോഗിച്ചുള്ള നെയ്ത്ത് കണ്ടിട്ടുണ്ട് നിങ്ങളത്? കൈത്തറി അതിന്റെ ഒരു 10 പിന്നെ 100ഓളം മഗ്ഗം പറയാം നമ്മൾ. ആ മഗ്ഗം വിട്ടിട്ട് പണിയെടുക്കുന്ന പിന്നെ കമ്പനികളെ നടത്തിയ ആളാണ് അമ്മയുടെ പിന്നെ തറവാടെന്ന് പറയുന്നത്. അപ്പൊ അത് നടന്നിരുന്ന വെച്ചാൽ അതിനകത്ത് ഈ നെല്ല് ചുറ്റാന്ന് പറഞ്ഞാൽ ഇതിനാവശ്യമായിരിക്കുന്ന ഈ നൂല് ചുറ്റുന്ന ആളായിരുന്നു അതിലായിരുന്നു ഇയാളുടെ അമ്മ. ഇവൻ ഗതി പിടിക്കാതായതിനു ശേഷം ഇവന്റെ അമ്മയെ സഹായിക്കാൻ ആര് വെട്ടുന്നത് പറഞ്ഞാൽ ഇവനാടെ വന്നിട്ട് ഈ അവന്റെ അമ്മയുടെ കപ്പലിക്കകത്ത് നിന്ന് അമ്മ പറയും നല്ലി ചുറ്റലെന്ന, നൂല് ചുറ്റൽ നമ്മൾ നല്ല ഭാഷ, നല്ലി ചുറ്റലാണ് ഇവൻ ആകെ എടുത്തിരിക്കുന്ന ഒരു പണി. വേറെ ഒരു പണി എന്നിട്ട് നെയ്ത്ത് പഠിക്കാൻ ഇവനൊരു ശ്രമം നടത്തിയത്, പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. അതായത് വേറെ ഒരു 10 നയാ പൈസയുടെ പണി ഇയാളെടുത്ത് 10 നയാ പൈസയുടെ പണി ഇയാളെടുത്തില്ല. എല്ലാം ഇങ്ങനെ ആരാൻ്റെ അടുത്ത് വാങ്ങിയിരിക്കുന്ന പൈസയും പാർട്ടിന്റെ ആളായതുകൊണ്ട് പിന്നെ ഷർട്ടും മുണ്ടും വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളാണ്. കോളേജിൽ പോകാനുള്ള കാശ് കൊടുക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുത്തതാണ്. എല്ലാം അങ്ങനെയാണ്. അത് ഇയാൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പുസ്തകം വാങ്ങിച്ചു കൊടുത്ത പിന്നെ ആളുകളുണ്ട്. ഇപ്പൊ അതിപ്പോൾ എൻ്റെ അമ്മയുടെ തറവാട് വീട്ടിൽ അതിന്റെ തൊട്ട് മുമ്പിൽ ഇപ്പൊ എനക്കാട് അത്യാവശ്യം ഒരു പുഴയോരാണ്, നല്ല പിന്നെ അഞ്ചർകണ്ടി പുഴ എന്ന് പറഞ്ഞൊരു പുഴയുടെ തീരമാണ്. ആ തീരത്തെ നേരെ എതിർഭാഗത്തുള്ള പിന്നെ ഒരു വീട്ടിലെ മിലിറ്ററിക്കാരനായിരിക്കുന്ന ആളടുത്ത് പോയി ഇയാളുടെ അമ്മ കല്യാണി അടുത്ത് പോയി പറഞ്ഞിട്ടാണ് ഒരു പുസ്തകം വാങ്ങാനുള്ള പൈസക്ക് പുറമെ പുസ്തകം മുഴുവൻ വാങ്ങിച്ചു കൊടുത്തത് ആരാന്ന് ഈ മിലിറ്ററിക്കാരനാണ്. എന്നിട്ട് ആ മിലിറ്ററിക്കാരൻ പിന്നെ ഒരു ആവശ്യം, ഇയാൾ MLA ആയി കഴിഞ്ഞു 25-ാം വർഷം ഇയാൾ കുത്തുറമ്പ് MLA ആണ്. അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ വെച്ചോട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഇവന് കൊടുത്ത സീറ്റാണ് ഈ കുത്തുറമ്പ് മത്സരിച്ച്. ഈ അത് ഇതേപോലെ അയാൾ പറഞ്ഞു പിന്നെ വിജയ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ ഞാൻ നടക്കൂല കേട്ടോ. ഈ പറഞ്ഞ അതായത് ഒരു പഠിക്കാനുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്ത ആൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആൾ ഒരു ശുപാർശ പറഞ്ഞപ്പോൾ അത് ചെയ്തു കൊടുത്തില്ല. അതിനുശേഷം അയാൾ ഇവനെ മൈൻഡ് ചെയ്യില്ല, മിണ്ടല്ല അയാൾ. ഇതെന്താ ഇയാൾ ബേസിക്കലി ഇത്ര എന്താ പറയാ, നമ്മൾ ഒരു മലയാളത്തിൽ വാക്കൊന്നുമില്ല ശരിക്കും. വളരെ ഇൻഹ്യൂമനായ ഒരു ആളാണ് അയാൾ. അയാളോട് മാത്രം കാലത്തിലെ പിന്നെ MT വാസുദേവനാട് കാലം എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. കാലം എന്ന് പറഞ്ഞ നോവലിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സേതു. അങ്ങേറ്റം നിഷേധിയായ ഒരു കഥാപാത്രമാണ് സേതു. അതിൽ സേതുവിന്റെ കാമുകിയുടെ പേരാണ് സുമിത്ര. ഞാൻ പണ്ട് ബ്രീഡിഗ്രി പഠിക്കുന്ന സമയത്ത് വായിച്ചാണേ. അപ്പൊ അതിൽ പിന്നെ ഈ സുമിത്ര വളരെ ക്ഷുഭിതയായ ഒരു തവണ ഈ സേതുവിനോട് പറയുന്നുണ്ട്, സേതുവേട്ടന് ജീവിതത്തിൽ ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ, അത് സേതുവേട്ടനോട് മാത്രമാണെന്ന്. ഞാൻ എപ്പോഴും ഈ പറയുന്ന ഇയാളെ വർത്താനം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാതെ മാത്രമാണ് ശരിക്കും. അത് MT വാസുദേവൻ നായർ എഴുതിയ സാധനം ആപ്റ്റായിരിക്കുന്ന ഒരാളാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കക്ഷിയാണ്. മറ്റ് നാലുകെട്ടിലെ അപ്പുണ്ണിയാണ്. നാലുകെട്ടിലെ അപ്പുണ്ണി കുറെ കൂടി പ്രോഗ്രസീവാണ്. പക്ഷേ ഈ കാലത്തിലെ സേതു പിന്നെ പ്രോഗ്രസീവ് അല്ല. അയാൾ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് മൈൻഡുള്ള ഒരാളാണ് ശരിക്കും. ഇങ്ങനെയെല്ലാം വരുന്ന കന്നി രോഗാതുരമായ ഒരു സംഭവത്തിന്റെ ആളാണ്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇയാൾ ഈ പറയുന്ന സംഭവം ചെയ്തതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ ഇത് നാളെ പിടിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ ഇയാൾ സത്യത്തിൽ ചെയ്താൽ ഈ പാർട്ടിയെ മൊത്തം ഇയാൾ കൊടുത്തു തീർക്കല്ലേ ഇത്, അല്ലേ? രണ്ടാമത്തെ വിഷയം, ഇത്തരം സംഭവത്തിനെതിരെ ഏറ്റവും ഷാർപ്പായി പറയാൻ ചരിത്രപരമായി ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണല്ലോ ഇടതുമുന്നണിക്കകത്ത് CPI. വാസ്തവത്തിൽ അവരെന്താണ് ഇനി പബ്ലിക്കിനോട് പറയുക? എന്താണ് അവർ പിന്നെ പബ്ലിക്കിനോട് പറയുക? ഇതേ സമയത്ത് തന്നെ UDF എന്ന് പറയുന്ന സംവിധാനം, UDFകാർ ഇപ്പൊ പറയേണ്ടതില്ല, നിരന്തരമായ സമരം നടത്താൻ ഇയാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം നടത്തുന്ന സമയം കഴിഞ്ഞത്. ശരിക്കും UDFകാർ ഒരക്ഷരം ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നിയമസഭയിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ വിടുവായത്വം പറഞ്ഞിട്ട് ബടായും
പിന്നെ ഷർട്ടിന്റെ കോളറിന്റെ കൂടെ ഒരിക്കലും വേർപ്പ് പോലും തട്ടാട് അതൊന്നുമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പുറത്തു എന്ന് പറഞ്ഞ സാധനം ഒന്നുമല്ല. അങ്ങനത്തെ ഒരു സംഭവം വി ഡി സതീശൻ ചെയ്യുന്നില്ലല്ലോ. ആണല്ലോ. അപ്പോൾ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ വരേണ്ടതാണ്. നിരന്തരമായ ഇനിയിപ്പോ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ SFIO എന്ന് പറയുന്ന ഈ ഓർഗനൈസ്ഡ് ഫോം ഈ സാധനം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഈ സാധനം ശരിയാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ, ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി, ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇയാളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയും ഇവിടെ ഉണ്ടാക്കുന്ന 14 ജില്ലാ കമ്മിറ്റികളും അതിന്റെ കീഴിൽ വഹിക്കുന്ന ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, അനുഭാവി ഗ്രൂപ്പുകൾ, ഇവരെ മുഴുവൻ ഇയാൾ പറ്റിക്കല്ലേ ഇത് അല്ലേ? അപ്പൊ എന്ത് പറയുമ്പോൾ അത്ര ഗൗരവതരമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ് ചെയ്തത് ശരിക്കും വാസ്തവത്തിൽ. അത്തരത്തിൽ ഇയാൾ ചെയ്തത് പാർട്ടിയെ ഇയാൾ സമ്പൂർണ്ണമായിട്ട് ഇയാൾ കുരുക്കിലാക്കി. DYFIയെ കുരുക്കിലാക്കി, SFIയെ കുരുക്കിലാക്കി, മഹിളാ ഫെഡറേഷൻ കുരുക്കിലാക്കി, NGO സംഘടനകളെ കുരുക്കിലാക്കി, സർവ്വതിനെയും നശിപ്പിച്ചു ഇയാൾ. ശരിക്കും നമ്മുടെ നാട്ടിൽ പറയുന്ന നമ്മുടെ ഈ മരത്തിന്റെ മുകളിൽ പുല്ലുണ്ടി എന്ന് പറയുന്ന ഒരു സാധനം പടർന്നുപിടി അതിൽ കണ്ട് ചെയ്യുന്നതാണ്. അതിന്റെ മുകളിൽ എല്ലാം അടിച്ചിട്ട് പിന്നെ ആ മരത്തിനെ ഉണക്കി കളയും. ഇതാണ് എന്നിട്ട് തന്നെ മരം മുറിഞ്ഞു വീണാൽ പോലും ഇത്തിക്കണ്ണി ബാക്കിയാവും. പിന്നെ അത് പിന്നെ അടുത്തേക്ക് മരം പൊട്ടി പോവും. ഇതുപോലെ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു കളിയാണ് ഇയാൾ വാസ്തവത്തിൽ ചരിത്രത്തിൽ ചേരിക്കുന്ന ഏറ്റവും വലിയ പാതകമാണ് ഇതെല്ലാം. വളരെ 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 പിന്നെ ഒരു അതിഭീകരമായ ഒരു സംഭവമാണ് ശരിക്കും കേട്ടാ. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.